ഹലോ ഗായ്സ്, നമ്മൾ ഹൈവിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഹൈവിൽ ഇപ്പോൾ കുറേ അപ്ഡേറ്റ് പുതിയ ഗെയിംസൊക്കെ വന്നു തോന്നുന്നു. നന്നായി ക്ലീൻ ലുക്കായി ഹൈവ്. യെസ്, നമ്മൾ ആദ്യം ഹൈഡ് ആൻഡ് സിക്കാണ് കളിച്ചത്. ബട്ട് നമുക്ക് ഈ വട്ടം ബ്ലോക്സിൻ്റെ ബിൽഡിംഗ് ഗെയിം കളിച്ച് നോക്കാം. നല്ല ഗെയിമായിരിക്കും തോന്നുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. എന്താവുമെന്നറിയില്ല. നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല രസമുള്ള ഗെയിമാണ്. ഫുൾ ബിൽഡിംഗ് ആയിരിക്കും ഈ ഗെയിമിലുള്ളത്. ബട്ട് നമ്മൾ ബിൽഡിങ്ങിൽ പ്രൊയൊന്നുമല്ല. നമുക്ക് പറ്റുന്ന പോലെയുള്ള ബിൽഡിങ്സൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ടോട്ടമൊക്കെ എന്തിനാ നമ്മളെ കയ്യിൽ? ടോട്ടം ഇത് കുറേ ഉണ്ടല്ലോ. ഇതെങ്ങനെ ബിൽഡിങ് ചെയ്യുന്നേ? ഇവിടെയാണല്ലേ. മറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. എല്ലാം പുതിയതാണ്. ഇവിടെ നിന്നാന്ന് തോന്നുന്നു നമ്മൾ ബിൽഡിങ് ചെയ്യാണ്ട്. വന്നു. നമ്മളിപ്പോൾ ഏതാ സെലക്ട് ചെയ്യുക? നമ്മൾ ഏതോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇപ്പം ഏതാ വരിക? ഗായ്സ്, നമുക്ക് ടൗൺ ആണ് വന്നത്. എന്താണെന്നറിയില്ല. പക്ഷെ എല്ലാവർക്കും ടൗണിനായിരിക്കും. അതോ 9 മിനിറ്റ് ടൈമുണ്ട്. നന്നായി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഇതിൽ കുറേ സംഭവം ഉണ്ടല്ലോ. നമ്മൾ ക്രിയേറ്റീവ് ആണല്ലോ ഇതിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ബിൽഡ് ചെയ്യാമല്ലോ. നമുക്കൊരു ചെറിയൊരു വീട് കെട്ടാം. എന്തായാലും ഫുൾ നല്ല വീടൊന്നുമല്ല. നമ്മളെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മളെങ്ങനത്തെ വീടൊക്കെയാണ് കെട്ടുന്നതെന്ന്. എന്തായാലും നല്ല വീട് കെട്ടാൻ ശ്രമിക്കാം. നമുക്ക് അതേ പറ്റൂ. വീട് കെട്ടുമ്പോൾ ആദ്യം കുറച്ച് ബ്ലോക്ക് എടുക്കാം. പറ്റിയില്ലെന്നായിരിക്കും. നമ്മളെ കഴിവനുസരിച്ച് റെഡിയാക്കാൻ പറ്റും. ഇത് ഗ്ലിച്ചുള്ള പോലെ തോന്നുന്നു ഗായ്സ്. ഇത് ഫുൾ ഗ്ലിച്ചാണ്. ഫോണിൻ്റെ ലാഗാണോ അറിയില്ല. എന്തായാലും ഒന്നാം സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. മാർക്കൊക്കെ ചെയ്യുന്നു. 8 മിനിറ്റ് ഉണ്ട്. 8 ക്രിയേറ്റീവ് ആയതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നവുമില്ല. സമാധാനമായിട്ട് വീഡിയോ കെട്ടാം. പക്ഷെ 8 മിനിറ്റ് ടൈമേ ഉള്ളൂ. നല്ലൊരു വീട് കെട്ടണം. ഇത് ഒറ്റ ഡോറ് മതിയോ? അവിടെ 2 ജനാലയും വെച്ചേക്കാം. ഇവിടെ ഒരു ജനാല, 2 ജനാല വെച്ചേക്കാം. ഇനി മുകളിൽ കെട്ടണം. നമുക്ക് അത്ര വലിയ ബിൽഡിംഗ് ഒന്നല്ല. ഇതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാനിത് എങ്ങനെയൊക്കെയോ ഇത് കെട്ടി തീർക്കാൻ നോക്കുന്നത്. മര്യാദയ്ക്ക് ബിൽഡ് ചെയ്യാൻ പഠിക്കണം. നമ്മളെ മൈൻക്രാഫ്റ്റ് ബിൽഡിംഗ് ഒക്കെ വെറും പുവറാണ്. എന്നാലും നമുക്ക് ശ്രമിക്കാം മര്യാദയ്ക്ക് മൈൻക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ. ഇപ്പം എല്ലാവരും കെട്ടുന്ന പോലെ തന്നെയുള്ള വീടാണ് ഗായ്സ്. ഇല്ല, അത്രയും വലിയ ഡിസൈനോ നമ്മളത്രയും ഇതിലുള്ള ആളൊന്നുമല്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഡിസൈൻ ചെയ്യാം. അതേ നടക്കൂ. ഇതെങ്ങനെയെങ്കിലും ഈ വീട് നമുക്കെന്തായാലും പോണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താവോ ആർക്കറിയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നമ്മൾ ഇതേപോലത്തെ കണ്ടൻസ് വീണ്ടും വരുന്നതായിരിക്കും. ഇതിന് മീനോ വെള്ളം നിറയ്ക്കാതെ വാട്ടർ കിട്ടി. വെള്ളം കിട്ടി. ഫുൾ വെള്ളം നിറയ്ക്കാം. ഇത് ഒഴുകുന്ന വെള്ളം.
കുറെ ഗ്ലിച്ച്, ഈ ഗെയിമിൽ ചെറുതായിട്ട് ഗ്ലിച്ചുള്ള പോലെ തോന്നുന്നുണ്ട്. അറിയില്ല ഫോണിൻ്റെയാന്ന് അറിയില്ല. ഇതിൽ ഫിഷ് ഉണ്ടോ ഗായ്സ്? ഇതിൽ ഫിഷ് ഇല്ല എന്ന് തോന്നുന്നു. ഇതിൽ ഫിഷ് ഇല്ലാന്ന് തോന്നുന്നു. ഇതിൽ അറിയില്ല, ഇതിൽ ഫിഷ് ഇല്ലാന്ന് തോന്നുന്നു. നമുക്കിനി വല്ല മോസി കോബിൾ സ്റ്റോണൊക്കെ വെച്ച് സെറ്റാക്കാം. എന്തായാലും ഫിഷ് ഇല്ല. അപ്പം ഇനി കുറച്ച് കടൽ പുല്ലൊക്കെ എടുത്ത് വെച്ച് നമുക്ക് സെറ്റാക്കാം. അതേ നടക്കൂ. ഫിഷ് എന്തായാലും ഇല്ല ഇനി. ഫിഷ് ഇല്ല. നമുക്ക് ഇത് ഗായ്സ്, ഇത് ബോൺ മീൽ ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണല്ലോ. കുറച്ച് കടൽ പുല്ലുകൾ വെക്കാം. കടൽ പുല്ല് അത്ര രസമൊന്നുമില്ല. ഇതിൽ ഫിഷ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയി. അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് വൃത്തിയായി ഉണ്ടാക്കാമായിരുന്നു ഫിഷ് ഉണ്ടെങ്കിൽ. എന്നാലും കുഴപ്പമില്ല. നമ്മളെ വീട് കുഴപ്പമില്ല, അത്ര രസമൊന്നുമില്ല നമ്മളെ വീട് കാണാൻ. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യമല്ല, ഒരു രസവും ഇല്ല ശരിക്കും. എന്നാലും നോർമലായിട്ട് നമുക്കിത് പഠിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഇത്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ബിൽഡ് ചെയ്യും എന്ന് തോന്നുന്നു. അറിയില്ല ഇതിപ്പോൾ എങ്ങനെ ഇപ്പം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുകയെന്ന്. ഇതിപ്പോൾ ഒരു മരം നമുക്ക് വെക്കാം, അതാ നല്ല മരം. കുറച്ച് ബോൺ മീലും എടുക്കാം. ഇവിടെ മരം നടാൻ പറ്റില്ല അല്ലേ? നമുക്കിനി കുറച്ച് ഡേർട്ട് ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാം, എന്നിട്ട് മരം നടാം. പോണ്ടിൻ്റെ അടുത്ത് വേണ്ട. കുറച്ച് ബ്ലോക്ക് ഉണ്ടാക്കാം. പിന്നെ നാളെ തൊട്ട് നമ്മളെ സ്ഥിരം വീഡിയോ ഇടുന്നതായിരിക്കും ഗായ്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 2 മിനിറ്റ്സേ ഉള്ളൂ. അയ്യോ കുഴപ്പമില്ല, 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പറ്റുന്നത്. 2 മിനിറ്റ്സ് ശരിക്കും 2 മിനിറ്റ്സ് പറ്റില്ല. ഇതെന്താണ് പറ്റുന്നില്ലല്ലോ? ബോൺ മീൽ ചെയ്യാൻ പറ്റൂല. ഇനി നിലത്ത് ബോൺ മീലാവുന്നുണ്ട്, ബട്ട് അതിൻ്റെ ഇനി അങ്ങനത്തെ ഗ്രാസ് പ്ലാറ്റ്ഫോമിൽ ബോൺ മീൽ ചെയ്യാൻ പറ്റില്ലേ? വെള്ളമൊക്കെ വരുന്നു. ഇതായി പോന്നു. വെള്ളമൊക്കെ വരും. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇതുപോലെ ആർച്ച് പോലെ സെറ്റ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് കണ്ടാൽ ഇത് ആദ്യം ഉള്ളതുപോലെ തോന്നണം. അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ. നാളെ തൊട്ട് നമ്മൾ പുതിയൊരു ഇത് തുടങ്ങുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ മരം നമുക്കിതിൻ്റെ സൈഡിൽ വെക്കാം, അതാ നല്ലത്. സൈഡിൽ കുറച്ചും കൂടി സ്ഥലത്തിന് വീതി വേണം. എന്നാലും ഇത് പറ്റുന്നില്ലല്ലോ ഗായ്സ്. ഇപ്പം എന്താണ്, കുറച്ച് ഹണീൻ്റെ സംഭവം എടുത്ത് വെക്കാം, കുറച്ച് ലീവ്സ്, പിന്നെ വുഡ്. നമുക്ക് ആർട്ടിഫിഷ്യൽ മരം ഉണ്ടാക്കാം ഗായ്സ്, അതേ നടക്കും. ആർട്ടിഫിഷ്യൽ മരം ആർക്കറിയാം, ഇത് വൃത്തിയായാൽ നല്ലത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു ആർട്ടിഫിഷ്യൽ മരം. എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഫസ്റ്റ് ടൈമാണ് ഗായ്സ് ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. 27 സെക്കൻഡ്സേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ബിൽഡ്സൊക്കെ ചെയ്യുന്നത്. നമ്മൾ അറിയാലോ, ബിൽഡിങ്ങിൽ ലെജൻസ് ഒന്നും അല്ല, ബട്ട് നമുക്ക് ചെയ്യാൻ ഇച്ചിരിയെങ്കിലും അറിയാം, അത്രയേ ഉള്ളൂ. 12 സെക്കൻഡ്സ് ഗായ്സ്, ഇപ്പം തീരും തോന്നുന്നത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കുറച്ച് ബ്ലോക്സും കൂടി ടൈം ഫിനിഷ് ഗായ്സ്, ടൈം ഫിനിഷ്. ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളെ അടുത്തേക്ക് വന്നു, എല്ലാവരും വന്നു ഗായ്സ്. ഇനി നമുക്ക് എത്ര മാർക്ക് കിട്ടാമെന്ന് നോക്കാം. നമുക്ക് മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ? ഗായ്സ് നിരീക്ഷിക്കുന്നുണ്ട്, അറിയില്ല. ഇതെന്തായാലും മാർക്ക് അധികം കിട്ടൂല എന്ന് എന്തായാലും മനസ്സിലായി. എന്തായാലും ഇതിനെക്കാട്ടി നന്നായി ബിൽഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അടുത്ത ആളത് നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് 1 സ്റ്റാർ തന്നെ കൊടുക്കാം, 1 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കാം. അത്ര ഒരു വില്ലേജ് തീമില്ല, ബട്ട് കുഴപ്പമില്ല, നമ്മളെക്കാട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പോണ്ടും അടുത്ത ആളതും. ഇവിടെ മഴയല്ലേ? ഇതും അത്ര
രസമില്ല ഗായ്സ്. നടുക്കെന്താ റോഡൊക്കെ പണിഞ്ഞ് വെച്ച്. നമുക്കൊരു 2 സ്റ്റാർ കൊടുക്കാം. 2 സ്റ്റാർ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വീട്. ഇത് കുറച്ച് പണിത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉള്ളിലൊന്നും വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു 4 സ്റ്റാർ കൊടുത്തേക്കാം. ഉള്ളിലൊന്നും ഇത് തുറക്കാൻ പറ്റില്ല, അതാണ് റിസ്ക്. എന്നാൽ ഇത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്കിനി അടുത്തതിൽ പോവാം. ഇതെന്താണ് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നല്ലോ. ഇത് മനസ്സിലാവുന്നില്ല. ഇതിന് നമുക്ക് ഒരു 1 സ്റ്റാർ കൊടുത്തേക്കാം. അല്ല, സ്റ്റാർ കൊടുക്കാൻ പറ്റില്ല, സോറി. ഇനി നമ്മൾ എത്രാം സ്ഥാനത്താണ് ഗായ്സ്? നമ്മൾ 4-ാം സ്ഥാനത്താണ്. കുഴപ്പമില്ല, 4-ാം സ്ഥാനത്താണ്. വിന്നർ ആരൊക്കെയോ, വിന്നർ നമ്മളില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, പീസ്.